എല്ലാ ജപ്പാൻകാരും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സാക്കുറ ഫെസ്റ്റിവൽ. ജാപ്പനീസിൽ അതിന് ഹനാമി എന്നാണ് പറയുന്നത്. മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാക്കുറ ഫ്ലവേഴ്സിനെ കാണുക എന്നുള്ളത് തന്നെയാണ്. ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുന്ന ചെറി ബ്ലോസം ട്രീൻ്റെ താഴെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഫുഡ് കുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന ഫുഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബാർബിക്യൂ ചെയ്തിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് ഹനാമി എന്ന് പറയുന്നത്. ജപ്പാൻകാർ മാത്രമല്ല ഈ ഹനാമി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ജപ്പാനിൽ താമസിക്കുന്ന വേറെ രാജ്യത്തു നിന്ന് വന്ന ആൾക്കാരൊക്കെ സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങളിപ്പോൾ ഒസാക്ക കാസലിന്റെ തൊട്ടടുത്തുള്ള കേമ സാക്കുറോമിയ എന്ന് പറയുന്ന ഒരു റിവർ സൈഡ് പാർക്കിലാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോയത്. ഞങ്ങളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് റിലാക്സ് ചെയ്തിരുന്നിട്ട് ഫുൾ പൂക്കളായിരിക്കും പൂത്ത് നിൽക്കുന്നത്. പൂക്കൾ കൊഴിയാൻ തുടങ്ങുമ്പോഴും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് ഞങ്ങൾ ഹനാമി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാർക്കിൽ പോയത്. റിവറിന്റെ രണ്ട് സൈഡിലും ഫുൾ പൂത്ത് നിൽക്കുകയാണ് സാക്കുറ മരങ്ങൾ. അതുപോലെ തന്നെ കടകളൊക്കെ ഉണ്ട്, നമുക്ക് ഫുഡ് വാങ്ങിക്കാനുള്ള കടകളും. ഇതിനകത്ത് ബോട്ടിങ്ങും നമുക്ക് നടത്താൻ പറ്റും കേട്ടോ. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കുമ്പോൾ റോഡിൽ കൂടെ ഇങ്ങനെ പാർക്കിന്റെ നടുക്കൂടെ ഒരു ബസ് വരുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ നമ്മളെ ഫോറിനേഴ്സ് ആണ്, കൈ കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളും കൈയൊക്കെ കാണിച്ചു. പിന്നെ ഈ ബസ് നേരെ വെള്ളത്തിലോട്ട് അങ്ങ് ഏറിപ്പോയിട്ട് അതൊരു ബോട്ടായിട്ട് മാറിട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഞാൻ അതിന്റെ ഷോർട്ട് വീഡിയോ ആണ് എടുത്തത്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുക്കാം. കുറേ ദൂരം നടന്ന് കാണാനുള്ള അത്രയും വലിയൊരു പാർക്കാണ്. പാർക്ക് കംപ്ലീറ്റ് ഫുൾ ബ്ലൂം തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലാ ആൾക്കാരും ഇങ്ങനെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും കുക്ക് ചെയ്യും ഫോട്ടോ എടുക്കും, ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു 10-20 ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യണം, ബ്ലർ ചെയ്യണം ആൾക്കാരുടെ മുഖം എടുത്തിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 1-2 ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് കുഴപ്പമില്ല. ഒത്തിരി ആൾക്കാരുണ്ടാകുമ്പോൾ വീഡിയോ കാണാനും ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല. ജപ്പാൻകാർ വളരെയധികം മര്യാദ ഉള്ള ആൾക്കാരാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഒരിക്കലും ഒരു ജപ്പാൻകാരും നമ്മുടെ മുഖത്തിന് നേരെ ഫോട്ടോയോ വീഡിയോ എടുത്തുകൊണ്ട് വരില്ല. അപ്പം അവരൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ആ വീഡിയോ കട്ട് ചെയ്യും. അപ്പം നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് മറ്റൊരാളുടെ മുഖത്തോട്ട് വെച്ച് ഫേസിലോട്ട് വെച്ച് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അപ്പം മിക്കപ്പോഴും ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ ട്രൈ ചെയ്തു. അപ്പോഴൊക്കെ എന്ത് ചെയ്യും, ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ക്യാമറ മാറ്റി പിടിക്കും. അത് കാരണം എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വീഡിയോ കാണാൻ പറ്റും സാക്കുറേൻ്റെ. ഫോട്ടോയും വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ജപ്പാനിൽ നിന്ന് വാങ്ങിക്കുന്ന ഫോണുകളിലൊക്കെ ഉണ്ടല്ലോ ഈ ക്യാമറ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ക്ലിക്ക് ചെയ്യുന്ന സൗണ്ട് ഉണ്ടാവില്ലേ, ഈ ഷട്ടർ സൗണ്ട്, അതൊരിക്കലും ടേൺ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമ്മൾ എല്ലാ ഫോണിനും ആ സൗണ്ട് ഉണ്ടായിരിക്കും. അത് ഓഫ് ചെയ്യാൻ പാടില്ല എന്നാണ് ജപ്പാനത്തെ നിയമം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുവാദം അല്ലാണ്ട് വേറൊരാൾ നമ്മുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമ്മുടെ ഫോട്ടോ വേറൊരാൾ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അത് ജപ്പാനിലെ നിയമമാണ്. ജപ്പാനിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ ഫോണിനും ഷട്ടർ സൗണ്ട് ഉണ്ടായിരിക്കും. എൻ്റെ ഫോണ് ഗൂഗിൾ പിക്സൽ 5 ആണ്. അതിനകത്തും ഈ സൗണ്ട് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഐഫോണിലൊക്കെ ചിലതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനോ എന്തൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഷട്ടർ സൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ ജപ്പാനിലെ നിയമം അനുസരിച്ചിട്ട് ജപ്പാനിൽ വിൽക്കുന്ന ഒരു ഫോണിനും എന്ത് ചെയ്യില്ല, ഷട്ടർ സൗണ്ട് ഓഫ് ചെയ്തിട്ടായിരിക്കില്ല നമുക്ക് കിട്ടുക. ബൈ ഡിഫോൾട്ട് അത് ഓൺ ആയിരിക്കും. പകൽ സമയത്ത് മാത്രമല്ല രാത്രി സമയത്തും ഹനാമി ആഘോഷിക്കുന്ന നല്ല രസമാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് പിങ്ക് കളറായിരിക്കും. പിങ്ക് ഓൾറെഡി പൂക്കൾ വൈറ്റ് കളർ പല ടൈപ്പ് ഓഫ് സാക്കുറ ഉണ്ട് കേട്ടോ. പിങ്ക് കളർ, പച്ച കളർ വരെ ഉണ്ട്. പച്ച കളർ കാണാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്തവണ പറ്റിയില്ല. അതിനകത്ത് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അത് ഇത്തവണ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈവനിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ടുണ്ട്. ഞങ്ങൾ ഈവനിങ് ആകുമ്പോഴേക്കും തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പച്ച കളർ സാക്കുറ കേട്ടോ. ഒരു ഫോട്ടോ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ പാർക്കിനകത്ത് ഹനാമി ഒന്നും നടത്താൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ വരുന്നതും ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉള്ള ഒരു പാർക്കാണത്. എന്തായാലും നെക്സ്റ്റ് ടൈം കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ടിക്കറ്റൊക്കെ എടുത്തിട്ട്. ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള കുറച്ച് പാർക്കുകളാണ്. അതിനകത്ത് കുറച്ചൊക്കെ സാക്കുറ ട്രീസ് ഉണ്ട്. അതിൻ്റെ താഴെയും ആൾക്കാരും കുട്ടികളൊക്കെ വന്ന് കളിക്കുന്നു, ഫുഡ് കഴിക്കുന്നൊക്കെ ഉണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കിപ്പോൾ സാക്കുറ ട്രീസ് തന്നെ കാണാൻ പറ്റുക. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടെയും തൊട്ടടുത്തായിട്ടും നമ്മൾ നടക്കുന്ന വഴികളിലും പാർക്കിലും ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പൂക്കളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് വീക്കിൽ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മരത്തിൽ.